ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വിവേകും വർഷയും കൂടി ആർച്ചയെ പ്ലേ സ്കൂളിൽ ചേർത്തിക്കൊണ്ട് വരികയാണ്. അതിനുശേഷം തന്നെ നാളെ മുതൽ മോളെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോകണം. അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. ബാഗ്, അതുപോലെ തന്നെ ബോക്സ് കാര്യങ്ങളെല്ലാം, ലഞ്ച് ബോക്സ് അങ്ങനത്തെ എല്ലാം വാങ്ങുന്നുണ്ട്. അയ്യോ, പെൻസിൽ ബോക്സ് മാത്രം വാങ്ങിയില്ലല്ലോ, അത് വേണ്ട, എൻ്റെ ഒരു ചെറിയൊരു പേഴ്സ് ഉണ്ട്, അതിലിട്ട് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, അവൾ ആദ്യമായിട്ടല്ലേ സ്കൂളിൽ പോകുന്നത്, അപ്പോഴത്തേനും പുതിയ സാധനങ്ങൾ കൊണ്ടുവേണം അവളെ പോകാൻ. അത്രയും നല്ലൊരു പ്ലേ സ്കൂളാണ് നമ്മൾ അവളെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവൾ സന്തോഷത്തോടു കൂടി തന്നെ ആവണം, പോകണം എന്ന രീതിയിൽ തന്നെയാട്ടോ വിവേക് പറയുന്നത് കേട്ടോ. എനിക്ക് വയ്യ ഇവളെയും കൊണ്ട് നടക്കാൻ എന്ന് വർഷ പറയുന്നുണ്ട്. ഒരു കാര്യം കാറിലിരുന്നാൽ മതി, ഞാൻ AC ഇട്ട് തരാം, ഞാൻ പോയിട്ട് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ അവളെ അവരെടുത്തിട്ട് അങ്ങ് പോവാട്ടോ. ആ സമയത്ത് വിവേക് മോളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടല്ലോ. മോള് അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, എന്നെ ചേച്ചിന്നും. അതെങ്ങനെ ശരിയാവും? അങ്കിളെന്ന് വിളിക്കുമ്പോൾ എന്നെ ആൻറ്റിന്ന് വിളിക്കണ്ടേ? എന്നെ ചേച്ചിന്ന് വിളിക്കുമ്പോൾ വിവേകിനെ ഏട്ടാന്നല്ലേ വിളിക്കേണ്ടത്? അങ്ങനല്ലേ ഒന്ന് പൊരുത്തപ്പെട്ട് പോവുക എന്ന് പറയുന്നു. വേണ്ട, അതൊന്നും വേണ്ട, എൻ്റെ അനിയത്തി തന്നെയാണ് നീ, അവളുടെ ചേച്ചിയാണ് ഞാൻ, അപ്പോൾ എന്നെ ചേച്ചി തന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്നു. ആ സമയത്ത് വിവേക് ബോക്സൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ പെൻസിലും റൈസറും എല്ലാം ഉണ്ട്, ഷാർപ്പറും എല്ലാം ഉണ്ട്. ഇനി സന്തോഷത്തോടുകൂടി മോള് നാളെ മുതൽ പ്ലേ സ്കൂളിൽ നിന്ന് പോയാൽ മതി എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അഞ്ജും രാഹുലും കൂടി ഒരു റെൻറ്റിനൊരു വീട് അന്വേഷിച്ചുകൊണ്ട് പോയിട്ട് വീണ്ടും ജാൻസി വില്ലയിലേക്ക് തന്നെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ കണ്ട വീട് കുറച്ച് റേറ്റ് കൂടുതലാണെന്നാണ് തോന്നുന്നത്. ഈ കൊച്ചിയിൽ ഇങ്ങനൊരു വീട് കിട്ടണമെങ്കിൽ തന്നെ ഇത്ര പൈസയൊക്കെ വേണ്ടി വരും. ഞാൻ അവരോട് ഒരു ഇളവ് ചോദിച്ചിട്ടുണ്ട്, നോക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉൾഗ്രാമത്തിൽ എവിടെയെങ്കിലും പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോബിനനുസരിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും നല്ലതെന്ന് പറയുന്നു. ആ സമയത്ത് ഞാൻ എന്തായാലും കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തുകൊണ്ട് വരാം. അയ്യോ, വെള്ളമൊന്നും വേണ്ട, നീ അങ്ങ് ഇരിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് വർഷം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. രാഹുലേട്ടൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അല്ല, രാഹുൽ റെൻറ്റിനൊരു വീട് നോക്കാൻ പോയതാണ് ഞങ്ങൾ, അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വെള്ളം കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് കയറിയതാണെന്ന് പറയുന്നു. അപ്പോൾ വർഷം ഒന്നും പറയാതെ അകത്തേക്ക് തന്നെ കയറി പോകുന്നുണ്ട് കേട്ടോ. അയ്യോ, വർഷം തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നു. അവളൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് രാഹുലും. പിന്നീടാണെങ്കിൽ വർഷ നാളെ കുട്ടിയെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോയി ആക്കണമല്ലോ, അതുകൊണ്ട് തന്നെ മോളെയും കൊണ്ടുവന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് വർഷയെ ഇങ്ങനെ ചീത്ത പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നീ ആ വസുന്ധരയുടെ വീട്ടിലുള്ളതല്ലേ, ആ ഒരു പുരുഷ വിരോധിയല്ലേ അവൾ? പിന്നെ നീ അല്ലേ സ്കൂട്ടിയിൽ ഡെലിവറിക്ക് പോണത്? ഞാൻ ഡെലിവറിക്കല്ല പോകുന്നത്, ഞാൻ ഫുഡ് കമ്പനിയിൽ ഫുഡ് കൊടുക്കാനായിട്ട് പോവുകയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓ, നിങ്ങളൊക്കെയല്ലേ ആ പുരുഷ വിരോധി. പിന്നെ അവിടെ നിൽക്കുന്ന ഒരു കൊലപാതകീൻ്റെ കുഞ്ഞിനെ നോക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വസുന്ധരയുടെ മകന് ആരും കറക്കിയെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. അത് നീയാണോ? അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നത്? ഞാനൊന്നല്ല എന്ന രീതിയിൽ പറയുന്ന സമയത്ത് നീ തന്നെയാണ് ഈ കൊച്ചിനെയും കൊണ്ട് നീ എന്തിനെങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വർഷയെ അങ്ങ് ചീത്ത പറയുന്നുണ്ട്. ആ സമയത്ത് അഭി അങ്ങോട്ട് വരുന്നുണ്ട്. ഓ, അമ്മച്ചി തുടങ്ങിയല്ലോ, എന്താ അമ്മച്ചി ഇതിൻ്റെ വർത്താനം എന്ന രീതി ചോദിക്കുന്നുണ്ട്. അഭിക്ക് ആ സ്ത്രീയെക്കുറിച്ച് നന്നായി അറിയുന്നത് പോലെയാണ് അവിടെ സംസാരിക്കുന്നത്. അത് പിന്നെ അമ്മച്ചിയുടെ ഭർത്താവ് തെറ്റിപ്പോയിട്ട് വന്നിട്ടില്ല, അല്ല കുടുംബശ്രീയിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പുറത്താക്കി എന്നൊക്കെ കേട്ടല്ലോ. അങ്ങനെ അഭിയുടെ വാക്കിൽ ആ സ്ത്രീയുടെ വായ അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും നട അടയ്ക്കാനായി തോന്നുന്നു, ഞാൻ അമ്പലത്തേക്കൊന്ന് പോട്ടെ എന്നിട്ട് ആ സ്ത്രീ പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് താൻ എന്തിനാണോ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കേണ്ട ആവശ്യം എന്താണ്? ഇവർക്ക് നല്ല വാ നോക്കി തന്നെ അർത്ഥം പറഞ്ഞു കൊടുക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞേനെ, മോള് കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്താ സംസാരിക്കുന്നത്? അങ്ങനെ അയ്യോ, ഞാൻ ചെന്നപ്പോഴേക്കും നട അടച്ചാൽ തിരുമേനി ശരിയല്ല, ആ തിരുമേനിയല്ല ശരിയാവാത്തത്, നിങ്ങളെ കാണാമെന്ന് ഭഗവതി തീരുമാനിച്ചു, അതന്നെ, വേറൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് പോകാനായിട്ട് നോക്കുമെന്ന് പറഞ്ഞിട്ട് അതിനെ പറഞ്ഞയച്ചു വിടുന്നു കേട്ടോ. വേറെ ഏതോ കുടുംബത്തിൻ്റെ കുറ്റം പറയാൻ വേറെ ഏതോ ഫാമിലീൻ്റെ അടുത്തേക്ക് ആ സ്ത്രീ പോകുന്നുണ്ട്. അങ്ങനെ അഭി ചോദിക്കുന്നുണ്ട്, താനെന്താ പ്രാർത്ഥിച്ചത്? ഇവിടെ വെച്ചിട്ടല്ലേ പട്ട് വഴിപാടായി കൊടുത്തത്, വിവേകേട്ടന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, നീ നന്ദിയൊന്നും പറഞ്ഞില്ലേ വിവേകേട്ടനെ പോലെ ഒരു ഭർത്താവിനെ തനിക്ക് കിട്ടിയതിനൊക്കെ പറയുന്നു. ഞാനിപ്പോൾ ആർച്ചക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് വന്നത്, വിവേകിനെക്കുറിച്ച് പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ ഒരു ദിവസം വരുന്നുണ്ടെന്ന് പറയുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന സമയത്ത് ആർച്ചമ്മൾക്ക് നല്ല പനിയുണ്ട്. കാരണം വെയിലത്തൊക്കെ പോയിട്ട് കുട്ടി ആകെ ക്ഷീണിച്ചല്ലോ. ആ സമയത്ത് ഇവൾക്ക് നല്ല പനിയുണ്ട്. വർഷയാണെങ്കിലോ കുഴപ്പമൊന്നുമില്ല, ചെറിയ പനി തന്നെ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് വർഷ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പനി വന്നപ്പോൾ ആ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കുഞ്ഞിനിങ്ങനെ വരാൻ കാരണം എന്നുള്ളത് അഭി പറയുന്നുണ്ട്. അതൊന്നുമല്ല, താനല്ലേ പറഞ്ഞത് ആ മെഡിസിൻ മുള്ളു കൊടുക്കേണ്ട, കുട്ടിക്ക് ദോഷമാണെന്ന്, അത് കാരണമാണ് നിർത്തിയതെന്ന് അഭി പറയുന്നു കേട്ടോ.
ആ സമയത്ത് ഇതൊന്ന് ഒഴിഞ്ഞിട്ടാൽ തീരുകയും ഞങ്ങൾ ദൃഷ്ടിദോഷം സംഭവിച്ചതാണ്. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ എങ്ങോട്ടേലും പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ദൃഷ്ടിപ്പെടും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് തീരെ വയ്യാണ്ടാവും. അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്യാറുണ്ട്, ഒന്ന് ഒഴിഞ്ഞിട്ടാൽ മാറാവുന്നേ ഉള്ളൂ കേട്ടോ. ആ അത് കൊള്ളാം, നല്ല പരിപാടിയാണെന്ന് അഭി പറയുന്നുണ്ട്. എന്താ പക്ഷേ നീയൊക്കെ ഈ ജനറേഷനിലുള്ളതല്ലേ, എന്നിട്ട് എവിടെയൊക്കെ കിടക്കുന്നത് പോലെയാണല്ലോ സംസാരം കാര്യങ്ങളൊക്കെ. അഞ്ജു അത് നിഷേധിക്കുന്നില്ല, കാരണം അഞ്ജുവിന് ഇതിലൊക്കെ വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മുടെ വർഷം പറയുന്നുണ്ട്, എനിക്കിതിലൊക്കെ നല്ല വിശ്വാസമാണ്. ആപ്പിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് കേൾക്കണ്ടെന്ന് വെച്ചാൽ മതി, ഞാനൊന്ന് ഒഴിഞ്ഞിടാൻ പോവാണ്. ഈ കൊച്ചിന് മരുന്ന് കൊടുക്കുന്നാലേ മാറുള്ളൂ, പനി കൂടി വരികയല്ലേ എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറ്റില്ല, ഒഴിഞ്ഞിട്ടേന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അകത്തേക്ക് പോന്നു. ആ സമയത്ത് അബിക്ക് കോൾ വരുന്നുണ്ട് കേട്ടോ. വിവേക വിളിക്കുന്നത്. എന്താ വിവേകേട്ടാ എന്ന് ചോദിക്കുമ്പോഴത്തേനും വർഷ ഇവിടെ അവളെപ്പോൾ വിളിച്ചാൽ കിട്ടില്ല, അവൾക്കിപ്പോൾ വ്രതത്തിലാണെന്ന് പറയുന്നു. വ്രതത്തിലോ? പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് വ്രതമൊക്കെ നോൽക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾക്കിപ്പോൾ എന്നെപ്പോലെ സൽസ്വഭാവിയും സുന്ദരനും അങ്ങനെ എല്ലാം കൊണ്ട് ഒത്തിണങ്ങിയ ഒരു ഭർത്താവിനെ കിട്ടാനായിട്ട് പോലും ഇനി എന്തിനാ വ്രതം? അപ്പോൾ സ്വയം പുകഴ്ത്തേണ്ട വിവേകേട്ടാ, നിങ്ങൾക്ക് വേണ്ടിയിട്ടെന്നല്ല. ഇവിടെ ആർച്ചക്കുട്ടിക്ക് നല്ല പനിയാണെന്ന് പറയുന്നു. അതല്ലേ ആദ്യം പറയേണ്ട അബി? പനിയാണെങ്കിൽ ഇത്രയും വളഞ്ഞു ചുറ്റേണ്ട ആവശ്യം എന്താണ്? മോൾക്ക് പനിയാണോ? ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നത്. എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്ത? അതിൻ്റെ ആവശ്യമില്ലെന്നാണ് വർഷത്തമ്പുരാട്ടി പറഞ്ഞത്. അവളിപ്പോൾ ഒഴിഞ്ഞിടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങ് വരും എന്ന് പറയുന്നു. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വിവേകം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വന്നിട്ട് വർഷയാണെങ്കിലും മിണ്ടാതെ തന്നെ ഒഴിഞ്ഞിട്ടാണ് കേട്ടോ കുട്ടിക്ക്. ആ സമയത്ത് ഇത് കൊള്ളാലോ വർഷേ, നീ എന്താ മിണ്ടാണ്ട് ഒരിയാണോ കാര്യങ്ങളൊക്കെ നടത്തുന്നത്? എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പിക്കൊട്ടും അതിൽ വിശ്വാസം ഇല്ലാതെ ആയിട്ടാണ്. അപ്പോൾ വിവേകം അങ്ങോട്ട് വരുന്നുണ്ട്. ഈ ഒരു സാധനം കൊണ്ടുപോയി അടുപ്പിലിട്ട് കത്തിക്കണം, അതിന് വേണ്ടി വർഷയും അഞ്ജുവും അതുപോലെ അബിയും കൂടി കൊണ്ടുപോകുന്ന സമയത്ത് വിവേകം അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ മോൾക്ക് പറ്റിയത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വർഷം നീ എന്താ പറയാത്ത പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ മിണ്ടാതിരിക്കുക ഇങ്ങനെ പറഞ്ഞിട്ട് പാറാൻ വേണ്ടി പറയുന്നു. എന്താ നീ മിണ്ടാത്ത, എന്താ പ്രശ്നം? അപ്പോൾ അഞ്ജുനോട് പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. അത് മോൾക്ക് ദൃഷ്ടിദോഷമുണ്ട്, അപ്പോൾ ഒഴിഞ്ഞിടണം പറഞ്ഞിട്ട് വർഷം കൊണ്ടുപോകണം, മിണ്ടാൻ പാടില്ല എന്ന് പറയുന്നു. വിവേകേട്ടാ നിങ്ങളൊന്ന് മാറിക്കൊടുക്കുക, അവളത് കൊണ്ടുപോയി ഇടട്ടെ എന്ന രീതിയിൽ പറയുന്നു. അങ്ങനെ എന്തോ ഈ നൂറ്റാണ്ടിലൊക്കെ ഇങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടോ? എന്തൊക്കെയാണ് കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാതെ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്ന രീതിയിൽ പറയുന്നുണ്ട്. മാറി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കുട്ടീനെയും കൊണ്ടങ്ങ് പോകുന്നു കേട്ടോ. വിവേകേട്ടന് കുട്ടീനെ കാണണമെന്ന് പറയുന്നു. വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടീനെയും കൊണ്ട് കുട്ടിയുടെ അടുത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് കുട്ടിക്ക് നല്ല പനിയുണ്ടല്ലോ അബി എന്ന് പറയുന്നുണ്ട്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, അവർ വരുന്നില്ലെങ്കിൽ വരണ്ട, അബി എൻ്റെ കൂടെ വായ മോളെയും കൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കാണിച്ചിട്ട് വരാം. അത് ശരിയാണ്, ശരി ഡ്രസ്സ് മാറ്റട്ടെ വിവേകേട്ടാന്ന് പറയുന്നു. അപ്പോൾ വിവേകേട്ടൻ ഇവിടെ ഇരുന്നാൽ എങ്ങനെയാണ്? എനിക്ക് ഡ്രസ്സ് മാറ്റണ്ടേ, എൻ്റെ ഡ്രസ്സൊക്കെ ഈ റൂമിലാണെന്ന് പറയുന്നു. ആ സമയത്ത് വിവേകം ശരി ഞാൻ മാറാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ വർഷയാണെങ്കിലോ അയ്യോ അടുപ്പിലിട്ട കടുകൊന്നും പൊട്ടിയത് പോലുമില്ല, മാത്രമല്ല സ്മെല്ലേ വന്നില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്, നല്ല ദൃഷ്ടിദോഷം കൂടിയിട്ടുണ്ട്, അവളെ കണ്ടാൽ ആർക്കാ ദൃഷ്ടി കൊള്ളാത്തതെന്ന് പറയുന്നു. എന്തൊക്കെയാണ് വർഷം പൊട്ടത്തരം വലിച്ച് പറയുന്നത്. അങ്ങനെ അബിയാണെങ്കിൽ മോളെ കൊണ്ട് വരുന്നുണ്ട്. വിവേകേട്ടാ മോളുടെ പനി മാറിയെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ വിശ്വാസമുള്ളതാണ് വിവേക് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സന്തോഷിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒഴിഞ്ഞിടൽ കൊണ്ടുണ്ടായതൊന്നല്ല, ഞാൻ അവൾക്കൊരു ഡോസ് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അബി പറയുന്നു. നിങ്ങൾ ഒഴിഞ്ഞിടാനൊക്കെ പോയ സമയത്ത് അല്ലെങ്കിൽ കൊച്ചിൻ്റെ പനി മാറില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ കണ്ടില്ലേ അവസ്ഥ, എന്ത് ഒഴിഞ്ഞിട്ടിട്ടാണെന്ന് പറഞ്ഞാൽ അന്ന് വിശ്വാസം കൊണ്ട് നിൽക്കണ്ടെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് മോളിങ്ങ് തന്നേന്ന് പറഞ്ഞിട്ട് വിവേക് മോളെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വർഷമാണെങ്കിലോ ഈ മോളോടുള്ള കെയറിങ്ങും എല്ലാം കാണുമ്പോൾ ഇവർക്ക് സന്തോഷമാവുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.